രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചായയൊക്കെ ഒന്ന് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കുടിക്കാനുള്ളവർക്ക് ചായയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങ് ഈ ടൊമാറ്റോ ചട്നി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അതങ്ങ് അടപ്പത്ത് വെക്കും. കാരണം അതൊന്ന് ആയി വരാച്ച് സമയം എടുക്കുമല്ലേ. ഇവിടെ മിക്ക ദിവസം ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് ടൊമാറ്റോ ചട്നി. അത് ഇവിടെ ചപ്പാത്തിക്ക് ഇവിടുത്തെ മൂത്ത മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് ഇതിൻ്റെ റെസിപ്പി ചിലർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാനിടാം. അപ്പം ഞാൻ ടൊമാറ്റോയൊക്കെ അരിഞ്ഞെടുത്തു. എന്നിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സ്വല്പം ജീരകവും കടുക് ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം സവാള ഇട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വളരെ കുറച്ച് പൊടികൾ ചേർത്താൽ മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി, മുളക് പൊടി, അതിൻ്റെയൊക്കെ പച്ചമണം പോയപ്പോഴത്തേക്കിന് ചെറുതായിട്ട് അരിഞ്ഞ് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കും. എന്നിട്ട് ഇതിൽ പച്ചമുളക് വേണ്ടിയവർക്ക് പച്ചമുളകും കീറിയിടാം. അപ്പോൾ ഞാൻ ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടച്ച് കൊടുത്തിട്ട് ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആദ്യം അത് കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ പുതിയ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. തോരൻ വെക്കുന്ന ബീട്രൂട്ട് തോരന. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാളയൊന്ന് വഴറ്റി, എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് വഴറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഗ്രേപ്സും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ നാസിക്കിന്ന് ഈ വണ്ടിയിൽ കൊണ്ട് വിൽക്കുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഗ്രേപ്സിന്. നമ്മുടെ സാധാരണ ഗ്രേപ്സ് പോലുള്ള അല്ല, നല്ലൊരു കറുമുറായിരിക്കും അത് കടിക്കുമ്പം. അപ്പം മീനിൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടായിരുന്നു ഇന്നലെ. അതൊന്നും ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയും ബോട്ടിലിലാക്കണം. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുമേ. വീഡിയോയുടെ താഴെ നമ്പറുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.